കേന്ദ്ര സഹകരണ നിയമത്തിൽ പ്രതിരോധത്തിലായി CPM. സഹകരണ മേഖലയിലെ CPMന്റെ കുത്തകയ്ക്ക് തടയിടുന്നതാണ് നിയമമെന്നിരിക്കെ പാർട്ടിയുടെ വൻ നിക്ഷേപം നഷ്ടമാകുമോ എന്നാണ് CPMന്റെ പ്രധാന ആശങ്ക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയപ്പോൾ സഹകരണ മേഖലയുടെ സംരക്ഷണം ഉറപ്പു നൽകിയിരുന്നു. കരുവന്നൂരിലും കണ്ടളയിലും ഉൾപ്പെടെ പണം നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് മോദിയുടെ ഈ ഗ്യാരണ്ടി. കേന്ദ്ര സഹകരണ നിയമം പ്രാബല്യത്തിലാകുന്നതോടെ CPMന്റെ സഹകരണ ബാങ്കുകളിലെ കള്ളപ്പണ നിക്ഷേപങ്ങൾക്ക് പിടിവീഴും. നിയമമനുസരിച്ച് കേരളത്തിലേക്ക് കൂടുതൽ സഹകരണ ബാങ്കുകൾക്ക് കടന്നുവരാനുമാകും. ഈ മേഖല കുത്തകയാക്കി വച്ചിരിക്കുന്ന CPMനിത് തിരിച്ചടിയാണ്. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ പ്രത്യേക ഇളവ് ചൂണ്ടിക്കാട്ടിയാണ് CPM കേന്ദ്ര നിയമത്തെ എതിർക്കുന്നത്. എന്നാൽ 2020 കേന്ദ്ര ഭേദഗതി RBI ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് RBI മാനദണ്ഡം കൂടി വ്യവസ്ഥ ചെയ്യുന്നതാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മാനദണ്ഡം നിർബന്ധമാക്കും. ഇത് കള്ളപ്പണ നിക്ഷേപത്തെ ചെറുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ കേന്ദ്ര നിയമത്തെ രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ എതിർക്കാനാണ് CPM തീരുമാനം. സഹകരണ മേഖലയെ തകർക്കുന്നതാണ് നിയമമെന്നാണ് CPMന്റെ വ്യാജ പ്രചാരണം. എന്നാൽ സഹകരണ മേഖലയുടെ ഏകീകരണവും ശാക്തീകരണവുമാണ് നിയമത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ജനം, തിരുവനന്തപുരം.